നമസ്കാരം, മലയാളദേശം ന്യൂസ് അവറിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നാട്ടിലാകെ പാട്ടായിക്കൊണ്ടിരിക്കുന്ന പച്ചരിക്കൊമ്പൻ. ഈ പച്ചരിക്കൊമ്പനെ കാട്ടിലേക്ക് ഓടിക്കണോ നാട്ടിൽ നിർത്തണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് 100ഓളം ആനകളെ മെരുക്കിയെടുത്ത കാട്ടാന നിരീക്ഷകനും പാപ്പാനുമായ മിസ്റ്റർ രാഘവൻ കൊച്ചാന. പിന്നീട് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് വന്യജീവി നിരീക്ഷക ഡോക്ടർ സുമിത്ര മാഡം, രാഷ്ട്രീയ നിരീക്ഷകൻ പ്യാരിജാതൻ, ഒപ്പം കർഷകനായ സുഗതനും. ഇവർ 4 പേരുമാണ് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം കൂടുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് കർഷകനായ സുഗതനോടാണ്. സുഗതൻ കേൾക്കുന്നുണ്ടോ? സുഗതൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ പച്ചരിക്കൊമ്പനെ നാട്ടിൽ നിർത്തണോ അതോ കാട്ടിലേക്ക് ഓടിക്കണോ? കാട്ടിലേക്ക് ഓടിക്കണം. എങ്കിൽ അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കൃത്യമായ അജണ്ട എന്താണെന്നൊന്ന് പറയണം. പച്ചരിക്കൊമ്പന്റെ കാര്യല്ലേ? അതെ. ഞാന് 2 പ്രാവശ്യം പച്ചരിക്കൊമ്പനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാറ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ അജണ്ട, അത് ഞാൻ ഈ പച്ചരിക്കൊമ്പന്റെ പിന്നിലെ കണ്ടിട്ടില്ല. എന്താ സാർ? അയ്യോ, അജണ്ട ഞാനെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ അതിന്റെ പിന്നിലെ ചേതോവികാരം, അതിനെ കാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള ചേതോവികാരം എന്താണ്? ചേതോവികാരം എന്ന് പറഞ്ഞാൽ ചേതോവികാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പച്ചരിക്കൊമ്പനെ കാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറയുന്നത്? അതിനെ കുറിച്ച് പറയും. പറയും. അത് എനിക്ക് ഈ പച്ചരിക്കൊമ്പനോട് ഒരു ദേഷ്യമില്ല. എനിക്ക് ഞങ്ങൾക്കൊക്കെ ഈ ആനകളെയൊക്കെ ഇഷ്ടമാണ്. ഞങ്ങള് കാട്ടിൽ ചെന്നിട്ട് കൃഷി നടത്തുന്നവരല്ല. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ ചെന്നിട്ടാണ് കൃഷി നടത്തുന്നതെങ്കിൽ ഈ പച്ചരിക്കൊമ്പൻ കൃഷി നശിപ്പിച്ച കുറ്റം ഞങ്ങളുടെ കയ്യിലാണ്. ഇത് ഞങ്ങൾ നാട്ടിൽ നടത്തുന്ന കൃഷി പച്ചരിക്കൊമ്പൻ വന്ന് നശിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീടുകളൊക്കെ തകർക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. അത് വേണമെങ്കിൽ നാട്ടിലിറങ്ങി നടക്കുന്ന ഈ ക്രൂരമൃഗമായ പച്ചരിക്കൊമ്പനെ കാട്ടിലേക്ക് അയക്കണം. ഇതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. ശരി. അപ്പോ ക്രൂരമൃഗം എന്നാണ് കർഷകനായ സുഗതൻ പച്ചരിക്കൊമ്പനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വന്യജീവി നിരീക്ഷക സുമിത്ര മാഡം, താങ്കൾ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച്? എനിക്ക് വളരെ വിഷമമുണ്ട്. അതും കർഷകനായ ഒരു വ്യക്തി ഒരു വന്യമൃഗത്തെ അല്ലെങ്കിൽ ഒരു ആനയെ ക്രൂരമൃഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യത്വമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സംസാരിക്കട്ടെ. അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കും.